ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയ സംസ്ഥാന മൃഗക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ വകുപ്പും. ഇനി വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്നവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് തടയാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന മൃഗക്ഷേമ ബോർഡും നീക്കങ്ങൾ തുടങ്ങി. തെരുവ് നായ്ക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനായി കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് സർക്കാർ നടപടി. പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പൽ ചട്ടത്തിലും ഭേദഗതി വരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതുപ്രകാരം വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്ന ഉടമകൾക്ക് 5000 രൂപ പിഴയും 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കും. നിയമം കർശനമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് രാജ് നിയമത്തിലും കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലും പുതിയ റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് വകുപ്പ് ഉൾപ്പെടുത്തും. മൃഗങ്ങളെ അശ്രദ്ധമായി വളർത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 291 സ്വീകരിക്കും. നിയമലംഘനങ്ങൾക്ക് പിഴ, തടവ് അല്ലെങ്കിൽ രണ്ടും ലഭിക്കാവുന്ന കുറ്റമാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗം ആർ വേണുഗോപാൽ പറഞ്ഞു. വളർത്തുനായ്ക്കളെ ഉപേക്ഷിക്കുന്നത് സംസ്ഥാനത്ത് തെരുവുനായ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു കാരണമാണ്. നായകൾക്ക് ലൈസൻസിംഗും ആന്റി റാബീസ് വാക്സിനേഷനും നിർബന്ധമാക്കും. കൂടാതെ എല്ലാ വളർത്തുമൃഗങ്ങൾക്കും മൈക്രോ ചിപ്പ് ഘടിപ്പിക്കും. ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളുടെ ഉടമകളെ കണ്ടെത്താനും നിയമ നടപടി സ്വീകരിക്കാനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെറ്റ് ഷോപ്പുകൾക്കും ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാക്കാനും സംസ്ഥാനം പദ്ധതിയിടുന്നുണ്ട്. കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കാൻ മൃഗക്ഷേമ ബോർഡ് തീരുമാനിച്ചതായി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷനും ലൈസൻസിംഗിനുമുള്ള അപേക്ഷാ ഫോമുകൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.